ലോകത്തിൻ്റെ ഇസ്ലാമിക് ബെൽറ്റ് എന്ന് പൊതുവെ അറിയപ്പെടുന്നത് നോർത്ത് ആഫ്രിക്കൻ ആൻഡ് വെസ്റ്റ് ഏഷ്യൻ റീജിയനാണ്. അതായത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തുമുള്ള രാജ്യങ്ങൾ, അതുപോലെ പേർഷ്യൻ ഗൾഫ് മേഖലയിലും ചെങ്കടൽ മേഖലയിലും അതിനോട് ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇതാണ് പൊതുവേ ഉള്ള ഇസ്ലാമിക് ബെൽറ്റ്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യ ആ ബെൽറ്റിൽ നിന്നും ഏറെ മാറിക്കിടക്കുന്നു. ഇസ്ലാമിക മേഖലയിൽ കാലാകാലങ്ങളിൽ അമേരിക്കൻ മേധാവിത്വത്തിനെതിരെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് അത് സദ്ദാം ഹുസൈൻ ആയിരുന്നു, ഇറാഖിലെ സദ്ദാം ഹുസൈൻ ആയിരുന്നു. പിന്നീട് ഒരു കാലത്ത് കേണൽ ഗദ്ദാഫി, നോർത്ത് ആഫ്രിക്കയിലെ ലിബിയയുടെ നേതാവ് കേണൽ മുഅമ്മർ ഗദ്ദാഫി ആയിരുന്നു. അങ്ങനെ പല സമയങ്ങളിൽ ഈജിപ്ഷ്യൻ നേതാവ് അൻവർ സാദത്തൊക്കെ എതിർത്ത് നിന്നതാണ്. അപ്പം അബ്ദുൾ നാസർ എതിർത്ത് നിന്നു. അപ്പം ആ ഒരു സമയത്ത് ഒക്കെ ഒരു വൻ മുന്നേറ്റം അമേരിക്കയ്ക്ക് അവിടെ ആത്യന്തികമായി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ, ലോകത്തിൻ്റെ അവസ്ഥ നോക്കൂ. ആകെ അമേരിക്കൻ മേധാവിത്വത്തെ ഘടനാപരമായി ആർജവത്തോടെ ചെറുക്കാൻ ശ്രമിക്കുന്നത് ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. നോക്കൂ, അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ ഒരു മത ഭരണം എന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഒരു ഭരണം, മത മേലധ്യക്ഷൻ, ആത്യന്തികമായ അയത്തുള്ള, ഇപ്പോൾ ഒറിജിനൽ അയത്തുള്ള എന്ന് പറയുന്നത് അയത്തുള്ള ഖൊമേനി, റുവള്ള ഖൊമേനി 79 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ, അമേരിക്ക വിരുദ്ധ വിപ്ലവത്തിലൂടെ ഇറാനിൽ അധികാരത്തിലെത്തിയ ആ ഒരു സർക്കാർ, ഒരു ക്രമം, ആ ക്രമം ഇപ്പോഴും അഭംഗുരം തുടരുകയാണ്. ആ ക്രമത്തിൽ പുതിയ അയത്തുള്ള വന്നു, അലി ഖമേനി വന്നു. അലി ഖമേനിയും രീതിശാസ്ത്രത്തിൽ മുൻഗാമിയോട് ചേർന്ന് നിന്നു. കടുത്ത ആൻറ്റി അമേരിക്കനിസം. പക്ഷേ ആൻറ്റി അമേരിക്കനിസം ഇറാനെ ഇന്ന് എത്തിച്ചിരിക്കുന്നത് കടുത്ത വിപത്തിലും ദാരിദ്ര്യത്തിലും സുരക്ഷാ ഭീഷണിയിലുമാണ്. സമാന്തരമായി ഇറാൻ ഏറെ മുന്നോട്ട് പോയി, സൈനികമായി ഒക്കെ മുന്നോട്ട് പോയി, ശരിയാണ്. വലിയ രീതിയിലുള്ള ദീർഘദൂര മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വൻ ശേഖരം. പക്ഷേ ഇറാന്റെ ആസ്തി എന്ന് പറയുന്നത് എണ്ണയും പ്രകൃതിവാതകവുമാണ്. അത് പേർഷ്യൻ ഗൾഫിലൂടെ പുറം ലോകത്തെത്തിക്കണമെങ്കിലും, അത് രാജ്യങ്ങളുമായി കച്ചവടം നടത്തണമെങ്കിലും ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ തിട്ടൂരങ്ങളെ അവഗണിച്ചുകൊണ്ട് വേണം. ആകെ ഉള്ളത് ഒരൊറ്റ അഷ്വേർഡ് മാർക്കറ്റാണ് ഇറാൻ ഇപ്പോഴുള്ളത്. അത് ഇറാൻ്റെ അയൽ രാജ്യമായ ചൈനയാണ്. ചൈന ഒഴിച്ച് മീനിങ് ഫുള്ളായി ഇറാന് എണ്ണ കച്ചവടം നടത്താൻ പറ്റുന്ന രാജ്യങ്ങൾ കുറവാണ്. പോയിന്റ് നമ്പർ 1. അപ്പം ഇറാനെ അമേരിക്ക ജരിക്കുന്ന രീതി, ഞാൻ പറഞ്ഞു വരുന്ന ഈ വീഡിയോയുടെ ഇതിവൃത്തം തന്നെ, ഇറാനിലാവുമോ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം? അതായത് ഇന്ന് വെനിസ്വേല, നാളെ ഇറാൻ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇറാനിലേക്ക് അമേരിക്ക ഒരു കടന്നുകയറ്റം നടത്താൻ സാധ്യതയുണ്ടോ? വെനിസ്വേല മോഡലിൽ ഇറാനിൽ കടന്നുകയറ്റം നടത്തി ഒന്നുകിൽ നേതാക്കളെ തട്ടിക്കൊണ്ടു പോവുകയോ അല്ല എങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന ഒരു പരിശോധനയുടെ ഭാഗമാണ് സാമാന്യം ദീർഘമായി ഞാൻ ആമുഖം പറഞ്ഞത്. ഇനി നോക്കൂ, ഇറാൻ്റെ ഒരു യാഥാർത്ഥ്യം നോക്കൂ. പറഞ്ഞു കഴിഞ്ഞു, കടുത്ത ഉപരോധം, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കടുത്ത ഉപരോധം. അതിന് കാരണമായി പറയുന്നത് ഇറാൻ വലിയ രീതിയിൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നു, ആണവ സാമഗ്രികൾ തുരുക്കൂട്ടുന്നു. അതുകൊണ്ട് ഉപരോധം. അതുകൊണ്ട് ഇറാന്റെ എണ്ണ വിൽക്കാൻ പാടില്ല. ഇറാന്റെ എണ്ണ ആരെങ്കിലും വാങ്ങാൻ, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ വാങ്ങാൻ ശ്രമിച്ചാൽ അവർക്കെതിരെയും പിഴ ടാരിഫ് ചുമത്തുന്ന ഒരു നടപടി. റഷ്യൻ എണ്ണ വാങ്ങാൻ ശ്രമിച്ച ഇന്ത്യക്ക് ലഭിച്ച പിഴ ടാരിഫ് നമ്മൾ ഓർക്കുമല്ലോ. അപ്പോൾ ട്രംപിന്റെ രീതിശാസ്ത്രം അങ്ങനെയാണ്. അപ്പോൾ കടുത്ത ഒരു സമ്മർദ്ദത്തിലാണ്, സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ ഇറാൻ പോകുന്നു. പക്ഷെ ഇറാൻ കഴിഞ്ഞ 2 ദശകങ്ങളായി വളർത്തിയെടുത്ത ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു രീതിയുണ്ട്. അത് ഇറാൻ കുറേയേറെ പിന്തുണക്കാരെ, പ്രോക്സീസിനെ ചുറ്റുപാടും വാർത്തെടുത്തു. നമ്മൾ കണ്ടതാണ് മധ്യപൗരസ്യ പ്രദേശത്തെ പല രാജ്യങ്ങളിലും. അത് ഇറാഖിൽ ഇറാൻ അനുകൂല ഷിയ മിലീഷ്യകളുണ്ട്. ഇറാഖും ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. സദ്ദാം ഹുസൈൻ എന്ന സുന്നി നേതാവ് തെക്കത്തിൽ നിന്ന് ഭരിച്ചപ്പോൾ അത് ഒരു ഷിയ രാജ്യമാണെന്ന് തോന്നിയില്ല എന്നേ ഉള്ളൂ. ഇപ്പോഴും ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ളൊരു രാജ്യം ആണ്. അതുപോലെ വലിയ രീതിയിലുള്ള സ്വാധീന മേഖലയായിരുന്നു സിറിയ. അവിടെ ബാഷർ അൽ അസദ് ഭരണകൂടം താങ്ങി നിർത്തിയിരുന്ന റഷ്യയും ഇറാനും എല്ലാം ചേർന്നാണ്. ബാഷർ അൽ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ അൽഷറ, അമേരിക്കയുടെ പിന്തുണയുള്ള, ടർക്കിഷ് പിന്തുണയുള്ള, ഇസ്രായേലിൻ്റെ കൂടെ അഭിമതനായ അൽഷറ ഇപ്പോൾ ഭരണത്തിൽ വന്നു. ബാഷർ അൽ അസദിന് റഷ്യയിൽ അഭയം തേടേണ്ട ഗതികേട് വന്നു.
അതുകൊണ്ട് സിറിയയിലെ ഇറാനിയൻ മിലിഷ്യകൾക്ക് ഇപ്പോൾ അത്ര നല്ല കാലമല്ല. പിന്നീട് ദ ഫേമസ് ത്രീ, അതായത് ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തി വിഭാഗം, അതുപോലെ വെസ്റ്റ് ബാങ്ക് ഗാസ മേഖലയിലെ ഗാസയിൽ പ്രത്യേകിച്ചുള്ള ഹമാസ്, ഈ 3 സംഘടനകൾ സെമി മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ആണ്. അവർ ഭരണകൂടങ്ങളാകാൻ താല്പര്യപ്പെടുന്നു, മിലിറ്ററി മീൻസ് ഉപയോഗിക്കുന്നു, ബലപ്രയോഗം ഉപയോഗിക്കുന്നു, ശക്തമായ റെസിസ്റ്റൻസ് ഫോഴ്സുകളുമാണ്, ഗറില്ല യുദ്ധമുറ ഉപയോഗിക്കുന്നു. ഇതിനെല്ലാമുള്ള പണവും സാങ്കേതികവിദ്യയും ആയുധങ്ങളും പരിശീലനവും വരുന്നത് ഇറാനിൽ നിന്നാണ്. ഇതെല്ലാം തന്നെ ഇസ്രയേലുമായ യുദ്ധത്തിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത് എന്താണ്? ഇറാന്റെ ആണവ നിലയങ്ങൾ തവിടുപൊടിയായി എന്ന് പറയാനാവില്ല എങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അമേരിക്കൻ ബോംബിംഗ് 3 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിലെങ്കിലും അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പതിച്ചു. B-2 ബോംബേഴ്സ് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇസ്രയേലിനെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്തത് അമേരിക്കയുടെ സഹായത്തോടു കൂടി കുറേയൊക്കെ സാധിച്ചെടുത്തു. അപ്പം ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഈസ് ഡെൻറ്റഡ്, നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്, ബട്ട് ഇറ്റ് ഇസ് ഡെൻറ്റഡ്. അതാണ് ഒരു യാഥാർത്ഥ്യം. 2, ഇറാന്റെ പ്രോക്സീസ് ഹൂതികൾക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടു. യമനിൽ ഇപ്പോഴും അവർ യമനിൽ ഫാമിലി എൻട്രൻച്ച്ഡ് ആണെന്ന് തോന്നാമെങ്കിലും വലിയ തിരിച്ചടി നേരിട്ടു. ഹമാസ് വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. ഇവിടെ ഗാസ ഡീലും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഹമാസിന് ഒരുപക്ഷെ പൂർണ്ണമായും ഗാസ വിട്ടുപോവുകയോ ഒതുങ്ങി ജീവിക്കുകയോ ചെയ്യേണ്ടി വന്നേക്കാം. ഹിസ്ബുള്ളയെക്കുറിച്ച് കാര്യമായി ഇപ്പോൾ കേൾക്കുന്നില്ല. കാരണം ഈ പോക്കറ്റ് പേജർ സ്ഫോടനങ്ങളെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ അടിത്തറ തന്നെ ഇളക്കി. ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള വൻകിട നേതാക്കൾ ഇസ്രായേലി ആക്രമണത്താൽ വധിക്കപ്പെട്ടു. ഇതെല്ലാം തന്നെ പ്രോക്സികളുടെ കാര്യം ദുർബലമായി. അപ്പോൾ ഇറാൻ അനുകൂല രാജ്യങ്ങൾ ഒന്നും തന്നെ ആ പ്രദേശത്തില്ല എന്നോർക്കണം. കൃത്യമായി പറഞ്ഞാൽ ഇറാനോട് സോഫ്റ്റ് കോർണറുള്ള രാജ്യങ്ങളുണ്ടാവാം, നിഷ്പക്ഷമായി ഖത്തർ പോലെയുള്ള രാജ്യങ്ങളുണ്ടാവാം. പക്ഷേ ഇറാന് വേണ്ടി കട്ടക്ക് നിൽക്കാൻ, സിറിയ പോലെ കട്ടക്ക് നിൽക്കാൻ അറബി ലോകത്ത് ഒരു രാജ്യമില്ലാതെ പോകുന്നു. അതാണ് വാസ്തവം. മാത്രമല്ല സംശയത്തോടു കൂടി ഇറാനെ നോക്കുന്ന സൗദി അറേബ്യ, അതുപോലെ GCC രാജ്യങ്ങൾ, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഇറാൻ ഒരു വൻ ശക്തിയാകുന്നത് ആത്യന്തികമായി UAE പോലെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് വാസ്തവം. ഈ അനുകൂല സാഹചര്യമായി കരുതിക്കൊണ്ട് ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വത്തിൽ ഉൾപ്പെടെ ഉണ്ടായ വിള്ളലുകൾ വളമാക്കിക്കൊണ്ട് അമേരിക്ക ആഞ്ഞടിക്കുമോ? ഇതാണ് ചോദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇറാന്റെ സമ്പദ് വ്യവസ്ഥ താഴേക്കാണ്. വിലക്കയറ്റം ഓൾ ടൈം ഹൈ ആയി മാറിയിരിക്കുന്നു. 70% ഭക്ഷ്യ ഇൻഡെക്സിലെ വില വർധന. ഇറാനിയൻ നാണ്യപ്പെരുപ്പം ഡിസംബർ 2025 കണക്കനുസരിച്ച് 42% നാണ്യപ്പെരുപ്പമാണ്. ഇറാനിയൻ റിയാലിൻ്റെ മൂല്യം അമേരിക്കൻ ഡോളറിനെതിരെ 80% കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തകർന്നത്. അപ്പോൾ ഇറാൻ പാപ്പരായി എന്ന് പറയാനാവില്ല എങ്കിലും ഇറാൻ വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇസ്രയേലുമായി യുദ്ധം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ശക്തി ഇപ്പോൾ ഇറാൻ ഉണ്ട് എന്ന് നിഷ്പക്ഷമായി കാര്യങ്ങൾ കരുതുന്നവർക്ക് കാണാനാവില്ല. പക്ഷേ ഇറാൻ ഒരു ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. പല ലെയറുകളായിട്ടാണ് ഇറാൻ്റെ ഒരു ഘടന രൂപപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും തലപ്പത്ത് എപ്പെക്സ് ഒരു ബോഡി എന്ന് പറയുന്നത് വൺ മാൻ കോൾഡ് അയത്തുള്ള അലി ഖൊമേനി, സുപ്രീം ലീഡർ ഓഫ് ഇറാൻ. ആധ്യാത്മിക, ടെമ്പറൽ പവേഴ്സ് എല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്നത് വൺ ഹാൻഡ്. ഒരുപക്ഷെ തൻ്റെ പിൻഗാമിയായി നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ആൾ വധിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ മുൻ പ്രസിഡൻ്റാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപക്ഷെ അടുത്ത പിൻഗാമിയാകും എന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. അതെന്ത് തന്നെയാണെങ്കിലും രണ്ടാമത്തെ ലെവലിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട്. ഇറാൻ IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ്, അതൊരു വലിയ ഒരു സേനാ സംവിധാനമാണ്. എലീറ്റ് ഫോഴ്സസ് IRGC. അപ്പോൾ ആ ഒരു സംവിധാനം എലീറ്റ് ഫോഴ്സാണ്. അതിൻ്റെ ഇടയിലും സൈന്യത്തിൻ്റെ ഇടയിലുമൊക്കെ വളരെ സമർത്ഥമായി ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസദും അമേരിക്കൻ ചാരസംഘടനയായ CIA കടന്നു കയറി എന്നത് വിശ്വസിക്കാവുന്ന ഒരു തെളിവ് തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഇസ്രയേലിനെ ഇറാന്റെ ഉന്നത സൈനിക ജനറൽമാരെ വകവരുത്താൻ ഇസ്രയേലും അമേരിക്കയും കഴിഞ്ഞത്. അവർ നേരിട്ടുള്ള ഡ്രോൺ ആക്രമണം എന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അതിനുള്ള വളമൊരുക്കിയത് ആഭ്യന്തരമായി സാഹചര്യങ്ങൾ സെറ്റ് ചെയ്തത് അമേരിക്കയും ഇസ്രയേലുമാണ്. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ആവശ്യം എക്കാലവും അമേരിക്ക പരിഗണിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്യാം. ഒരുപക്ഷെ അതാണ് വെനിസ്വേല ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഒരു ദിവസം വെനിസ്വേല അമേരിക്ക വന്നങ്ങ് ആക്രമിച്ചതൊന്നുമല്ല.
മാസങ്ങൾ നീണ്ടുനിന്ന തയ്യാറെടുപ്പുണ്ട്. ഓഗസ്റ്റ് 2025 മുതൽ ആ തീരുമാനമെടുത്ത് കടുത്ത ഉപരോധത്തിലേക്ക് നീങ്ങി. നാവിക സാന്നിധ്യമുണ്ടായി വെനസ്വേലയുടെ ചുറ്റുപാടും. യുദ്ധക്കപ്പലുകൾ ഏറെ വിന്യസിക്കപ്പെട്ടു. അതിന് നടുവിൽ ഒരു വിമാനവാഹിനി കപ്പൽ തന്നെ ഉണ്ടായിരുന്നു, കപ്പൽ പട തന്നെ ഉണ്ടായിരുന്നു ആ കരീബിയൻ കടലിടുകിൽ. അതുപോലെ നൂറുകണക്കിന് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകളും അല്ലാത്ത വിമാനങ്ങളും ഉപയോഗിക്കപ്പെട്ടു. 1500 അമേരിക്കൻ ട്രൂപ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് വെനിസ്വേല ആക്രമണം നടത്തിയത്. അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കിയത് CIA. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തന്നെ ഹൈപ്പർ ആക്റ്റീവായി ഒരു ഡിഫൻസ് സംവിധാനത്തിൽ കടന്നു കയറി. വെനിസ്വേലയുടെ ഡിഫൻസ് സംവിധാനത്തിൽ കടന്നു കയറി. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ മോൾസിനെ പ്ലാന്റ് ചെയ്തു. അതുപോലെ ക്യൂബൻ സുരക്ഷാ സൈനികരാണ് നിക്കോളാസ് മഡൂറോയുടെ പേഴ്സണൽ സംരക്ഷണം ഏറ്റിരുന്നത്. ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കൃത്യമായി ചില കാര്യങ്ങൾ നള്ളിഫൈ ചെയ്ത് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അബ്ഡിക്കേറ്റഡ് ആണ്. അദ്ദേഹത്തെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ലാഘവത്തോട് പറയുന്നതായിരിക്കും. അദ്ദേഹത്തെ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയി സ്മൂത്തായിട്ട് ഊരി അങ്ങെടുത്തു. അതുപോലെ ഇറാനിൽ നടക്കുമോ? എൻ്റെ ഉത്തരം ഇല്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇറാനിൽ സംഭവിക്കാൻ പരമാവധി സാഹചര്യം, ഇറാനിൽ വലിയ രീതിയിലുള്ള അസംതൃപ്തി പുകയുന്നു. ഡിസംബർ മാസം 28 മുതൽ അതിശക്തമായ പ്രക്ഷോഭത്തിലാണ് ഇറാൻ ജനത. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 33 പരം പ്രവിശ്യകളാണുള്ളത്. അതിൽ 29 പ്രവിശ്യകളിലും അതിശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്നു. ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളായി മാറിയിരിക്കുന്നു. പലപ്പോഴും ജനം തെരുവിൽ കായികമായി അവിടുത്തെ ലോക്കൽ ലോ അഡ്മിനിസ്ട്രേറ്റിംഗ് ഏജൻസീസുമായി ഏറ്റുമുട്ടുന്നു. വലിയൊരു ഇന്റേണൽ കലാമിറ്റിയാണ്. രാജ്യത്തിന് മുഴുവൻ ശ്രദ്ധ അങ്ങനെ പോകുന്നു. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് 35ഓളം സാധാരണക്കാർ അവിടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഏതാനും സുരക്ഷാ സേനാ അംഗങ്ങളും പോലീസും മരണപ്പെട്ടു എന്നതും വാസ്തവമാണ്. ഇത് ആളിക്കത്തിച്ച് ഏതാനും ആഴ്ചകൾ കൂടി ഈ പ്രക്ഷോഭം തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ളൊരു മുറവിളി ഉണ്ടാകും. ഇപ്പോൾ തന്നെ അയത്തുള്ള അലി ഖൊമേനിക്കെതിരെ ഓപ്പണായി തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധം നടത്താൻ ഇറാനിയൻ ജനത തയ്യാറായിരിക്കുന്നു. ഒരു 4-5 വർഷം മുമ്പ് 2022 മാഷ അമനയി എന്ന ഒരു ചെറുപ്പക്കാരി ഹിജാബ് ധരിച്ചതിൽ വന്ന അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സദാചാര പോലീസ്, ഇറാനിലെ ഒരു കൺസർവേറ്റീവ് പോലീസ് സംവിധാനം, സദാചാര പോലീസ് തന്നെ പറയാം, ഇടപെട്ട് കൊല ചെയ്തത് വളരെ വളരെ വലിയൊരു വിവാദമായിരുന്നു. ഇറാനുള്ളിലും ലോക മനസാക്ഷിയെ തന്നെ പിടിച്ചു കുലുക്കിയതാണ്. അന്ന് സമാനമായ പ്രക്ഷോഭങ്ങളുണ്ടായി. പക്ഷേ അതിനേക്കാൾ ഇൻറ്റൻസിറ്റിയുള്ള, തീവ്രതയുള്ള വലിയ പ്രക്ഷോഭങ്ങളാണ് ഇറാനിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ഇപ്പം ക്യൂബയെക്കുറിച്ച് ട്രംപ് പറയുന്നത് എന്താണ്? ക്യൂബ സ്വന്തം ജനതയുടെ പ്രതിഷേധത്താൽ തന്നെ ക്യൂബൻ ഗവൺമെൻറ് വീഴും, ആടി നിൽക്കുകയാണ്. ഒരുപക്ഷെ കൊളംബിയയെക്കുറിച്ചും ട്രംപ് പറയുന്നത് ഇതാണ്. കൊളംബിയ ഡ്രഗ് കാർട്ടലുകളുടെ കേന്ദ്രമാണ്. അവിടെയും ജനം പൊറുതിമുട്ടി. ജനം തന്നെ അത് കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്തില്ല എങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് അവിടെ കടന്നു കയറാം. പക്ഷേ അമേരിക്കൻ സൈന്യം ഇറാനിൽ കടന്നു കയറാൻ സാധ്യതയുണ്ടോ? പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല എങ്കിലും വെനിസ്വേലയിൽ നടന്നതിന് സമാനമായ ഒരു അറ്റാക്ക് നടക്കാൻ സാധ്യത കുറവാണ്. അതിനുള്ള കാരണം 9 ഈ സൈനിക താവളങ്ങളാണ്, വ്യോമതാവളങ്ങളും നാവിക താവളങ്ങളുമാണ് വിവിധ രാജ്യങ്ങളായി അമേരിക്കയ്ക്ക് മധ്യ പൗരസ്ത്യ പ്രദേശത്തുള്ളത്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തന്നെ ഖത്തറിൽ താവളമുണ്ട്, UAEയിൽ താവളമുണ്ട്, സൗദി അറേബ്യയിൽ താവളമുണ്ട്, എല്ലാ ഇടങ്ങളിലും തന്നെ താവളമുണ്ട്. ഇറാഖിലും സിറിയയിലും ഒക്കെ അമേരിക്കൻ താവളങ്ങളുണ്ട്. ഈ അമേരിക്കൻ താവളങ്ങളിൽ നിന്നും കുതിച്ചുയരുന്ന വിമാനങ്ങൾ മതിയാകും ഒരുപക്ഷെ ഒരു ഏറിയൽ സുപ്പീരിയോറിറ്റി അമേരിക്കയ്ക്ക് നേടിയെടുക്കാൻ. ഇപ്പോൾ പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം കേവലം ഇന്ത്യ വിരോധം മാത്രമല്ല, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ മാത്രമാണെന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം നമുക്കില്ല. പക്ഷേ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ തെക്ക് പ്രദേശത്തെ ചബഹാർ തുറമുഖത്തിനും, അതായത് ഇറാനിലെ ചബഹാർ, ഇന്ത്യ സഹായം ചെയ്ത ചബഹാർ തുറമുഖത്തിനും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട അമേരിക്കൻ സഹായത്തോടു കൂടി പണിത, ചൈനീസ് സഹായത്തോടു കൂടി പണിത ഗദ്ദാർ തുറമുഖത്തിനും ഒക്കെ മധ്യേ ഒരു തുറമുഖം, അമേരിക്കൻ സാന്നിധ്യമുള്ള അമേരിക്കൻ കപ്പലുകൾക്ക് എടുക്കാവുന്ന ഒരു സൈനിക വിന്യാസത്തിന് സാധ്യമാകുന്ന തുറമുഖം എന്ന ആശയമുണ്ട്. അത് നടന്നാലും ഇല്ല എങ്കിലും അമേരിക്കയ്ക്ക് ശക്തമായ നാവിക
വ്യോമ സംവിധാനങ്ങൾ ആ മേഖലയിലുണ്ട്. അതുപയോഗിച്ച് വേണമെങ്കിൽ ഇറാന്റെ മണ്ണിലേക്ക് കടന്നു കയറാം. പക്ഷേ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇറാന്റെ മണ്ണിൽ കടന്നു കയറുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ജിയോഗ്രാഫിക്കൽ കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഇറാൻ ഇപ്പോഴും അതിശക്തമായ സൈനിക വിന്യാസമുള്ള, ലോകത്തെ 5-ാമത്തെ 6-ാമത്തെ വലിയ സേനാ വിന്യാസമുള്ള രാജ്യം കൂടിയാണ് ഇറാൻ. അത് മാത്രമല്ല, വെനിസ്വലയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ഇറാനിൽ അമേരിക്ക ഇടപെട്ടാൽ സംഭവിക്കാം. അത് റഷ്യൻ ചൈനീസ് റെസിസ്റ്റൻസ് ആണ്. ഇറാനോടൊപ്പം റഷ്യയോ ചൈനയോ അണിചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കളി മാറും, പണി പാളും. അതുകൊണ്ടാണ് അത്ര എളുപ്പമല്ല. ഇറാനെ ഒരുപക്ഷെ ഡിഫീറ്റ് ചെയ്യാൻ അമേരിക്ക കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഭരണകൂടത്തിലെ മുഖ്യ ആളുകൾ റഷ്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നേക്കാം. മസൂദ് പെസഷ്കിയാനും ഒരുപക്ഷെ ആയത്തുള്ള അലി ഖൊമേനിയും ഒക്കെ മോസ്കോയിലേക്ക് ഈ ബാഷർ അൽ അസദ് സിറിയൻ നേതാവ് പലായനം ചെയ്തതുപോലെ പോകേണ്ടി വന്നേക്കാം. ആഭ്യന്തരമായി ഒരു ഭരണകൂടത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഇറാനിയൻ പ്രതിവിപ്ലവത്തിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. 1979 വിപ്ലവത്തിന്, അമേരിക്കയെ പുറത്താക്കിയ വിപ്ലവത്തിന് നല്ല സ്വീറ്റ് റിവെഞ്ച് കൊടുക്കാൻ കഴിയും. ഒരുപക്ഷെ ഷാ പഹലവി രണ്ടാമൻ്റെ മകൻ ഷാ റിസ പഹലവിയെ അല്ലെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെയെങ്കിലും കൊണ്ടുവന്ന് ഒരു പാവ ഭരണകൂടത്തെ, അമേരിക്ക അനുകൂല ഭരണകൂടത്തെ ഇറാൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം പരമാവധി. അല്ലാതെ ഇറാനെ പിടിച്ചെടുക്കാൻ വെനിസ്വേല മോഡലിൽ ഇറാനെ കൈകാര്യം ചെയ്യാൻ ആവില്ല. ദാറ്റ് വിൽ റിസ്ക് ദി ഔട്ട്ബ്രേക്ക് ഓഫ് എ തേർഡ് വേൾഡ് വാർ എന്ന് വ്യക്തമായി അറിയാവുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തീർച്ചയായും ഒരു ഭരണമാറ്റത്തിനുള്ള സാഹചര്യം ആയിരിക്കുന്നുവെന്ന് അമേരിക്കയിലെ ആളുകൾ വിശ്വസിക്കുന്നു, അമേരിക്കയിലെ തിങ്ക് ടാങ്ക് വിശ്വസിക്കുന്നു, ഡീപ് സ്റ്റേറ്റ് അമേരിക്ക വിശ്വസിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കൻ ഇൻട്രസ്റ്റും ഡൊണാൾഡ് ട്രംപിൻ്റെ ഇൻട്രസ്റ്റും കൺവേർജ് ചെയ്യുന്നു. അത് അമേരിക്കയുടെ ദേശീയ താല്പര്യമായി വ്യാഖ്യാനിച്ചെടുക്കുന്നതിൽ കുറേയൊക്കെ വിജയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിഷയത്തെ വിലയിരുത്തുന്നത് വളരെ സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ്. ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴയൊന്നുമല്ല ലോകക്രമം എങ്കിൽ പോലും റൂൾ ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ, ചില നിയതമായ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ലോകക്രമം ആകെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്ക പൂർണ്ണമായി ഒരു പുതിയ വ്യവസ്ഥിതി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ റെസിസ്റ്റൻസ് ഉറപ്പായി ഉണ്ടാകും. ഒരുപക്ഷെ റഷ്യയും ചൈനയും മാത്രമല്ല, അമേരിക്ക നേതൃത്വം നൽകുന്ന ക്രമത്തെ എതിർക്കാൻ ഇന്ത്യ പോലും ഒരുപക്ഷെ മുന്നോട്ട് വന്നാൽ അത്ഭുതപ്പെടാനില്ല. അതൊരുപക്ഷെ സൈനികമായ രീതിയിലായിരിക്കില്ല. ഒരു സാമ്പത്തിക ക്രമം, അമേരിക്കൻ ഡോളർ നേതൃത്വം നൽകുന്ന ഒരു സാമ്പത്തിക ക്രമത്തിനെതിരെ ഒരുപക്ഷെ ബ്രിക്സിൻ്റെ ഒരു സാമ്പത്തിക കൂട്ടായ്മ കൂടി, ഇറാൻ ഉൾപ്പെടെ ബ്രിക്സ് രാജ്യമാണെന്ന് ഓർക്കണം. നോക്കൂ, വെനിസ്വേല അക്രമത്തെ അപലപിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ മുൻപന്തിയിൽ റഷ്യ അപലപിച്ചു, ചൈന അപലപിച്ചു, സൗത്ത് ആഫ്രിക്ക അപലപിച്ചു, ബ്രസീൽ അപലപിച്ചു. അവിടെ പ്രമുഖ രാജ്യങ്ങൾ, ഇന്ത്യ മാത്രമാണ് അക്കാര്യത്തിൽ നിഷ്പക്ഷത പാലിച്ചത്. തങ്ങളുടെ താല്പര്യം വെനിസ്വേലൻ ജനതയോടൊപ്പമാണ്, പക്ഷേ നിക്കോളസ് മഡൂറോടൊപ്പമല്ല. അമേരിക്കയുടെ ആക്രമണത്തെ ന്യായീകരിക്കുന്നില്ല എങ്കിലും അതിനെ വിമർശിക്കുന്നതുമില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് താല്പര്യമാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് ബ്രിക്സിലൂടെ ഈ ഒരു ക്രമത്തിനൊരു ബദൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാകും. അതുകൊണ്ട് ഇറാനിൽ വലിയ നാടകീയമായ നീക്കങ്ങളൊന്നും അമേരിക്ക ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.